നമസ്കാരം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പലരും പല വിധത്തിലാണ് സ്വപ്നങ്ങൾ കാണുന്നത്. നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ എണീറ്റാൽ പലതും മറന്നു പോകാറാണ് പതിവ്. ചിലവ എപ്പോഴും ഓർമ്മയിലുണ്ടാകും. ചില സ്വപ്നങ്ങൾ വളരെയധികം പ്രതിസന്ധികളും ഭയവും ഉളവാക്കുന്നവയാണ്. മറ്റ് ചില സ്വപ്നങ്ങൾ ഓർക്കാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നവയും ആയിരിക്കും. നാം കാണുന്ന പല സ്വപ്നങ്ങൾക്കും ഒരു പ്രത്യേക ഫലമുണ്ടായിരിക്കണമെന്നില്ല. ചിലത് നമുക്ക് വലിയ സൂചനകൾ നൽകുന്നു. അവയിൽ ചില സ്വപ്നങ്ങളെയും അവയുടെ ഫലങ്ങളെയുമാണ് ഈ അധ്യായത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. സ്വപ്നത്തിൽ സ്വയം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായി കണ്ടാലും ലൈംഗിക ബന്ധം നടക്കുന്നതായി സ്വപ്നം കണ്ടാലും എന്തൊക്കെയാണ് ഫലമെന്ന് മുമ്പൊരു അധ്യായത്തിൽ പറഞ്ഞിരുന്നു. ഉറങ്ങിയതിനു ശേഷം സ്വപ്നങ്ങൾ കാണുന്നത് സ്വാഭാവികമാണ്. സ്വപ്നങ്ങളെ നമ്മുടെ ഉപബോധ മനസ്സിന്റെ കണ്ണാടിയായി കണക്കാക്കുന്നു. സ്വപ്നശാസ്ത്രത്തിൽ സ്വപ്നങ്ങളെ ഭാവി സംഭവങ്ങളുടെ അടയാളമായിട്ടാണ് കണക്കാക്കുന്നത്. സ്വപ്നശാസ്ത്രം ബ്രഹ്മ വൈവർത്ത പുരാണം, വസിഷ്ഠ സംഹിത എന്നീ ഗ്രന്ഥങ്ങൾ പ്രകാരം സ്വപ്നത്തിൽ വിവാഹം കാണുന്നതിന്റെ അനന്തരഫലങ്ങൾ ആ വ്യക്തിയുടെ നിലവിലെ വൈവാഹിക നിലയെ ആശ്രയിച്ചിരിക്കുമെന്നാണ് പറയുന്നത്. വിവാഹ സ്വപ്നം ചിലർക്ക് അനുഗ്രഹമായും ചിലർക്ക് ഒരു മുന്നറിയിപ്പും ആകാം. ആദ്യം അത് ആൺകുട്ടിയാകാം അല്ലെങ്കിൽ പെൺകുട്ടിയാകാം. ഇവർ സ്വന്തം വിവാഹത്തെ കാണുകയാണെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് ചുരുക്കത്തിൽ പറയാം. അവിവാഹിതരായ ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ അവരുടെ വിവാഹത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നുവെങ്കിൽ ഇത് ഏറ്റവും ശുഭകരമായ ഒരു അറിയിപ്പായി കണക്കാക്കപ്പെടുന്നു. അത് മറ്റൊന്നുമല്ല, സ്വപ്നശാസ്ത്രമനുസരിച്ച് അവർ ഉടൻ വിവാഹിതരാകുമെന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്നു. ഈ സ്വപ്നത്തിൽ തന്നെ വധുവിന്റെയും വരന്റെയും മുഖങ്ങൾ വ്യക്തമായി കാണപ്പെടുകയോ നാദസ്വരങ്ങൾ കേൾക്കുകയോ വിവാഹ മണ്ഡപത്തിലേക്കുള്ള നടത്തത്തെയോ മണ്ഡപത്തെ അലങ്കരിക്കുന്നതായോ അല്ലെങ്കിൽ പുഷ്പവൃഷ്ടി നടത്തുന്നതായോ കണ്ടാൽ വിവാഹം വളരെ വേഗം നടക്കുമെന്ന് മനസ്സിലാക്കാം. അതിൽ ജീവിത പങ്കാളി വളരെ സുന്ദരനോ സുന്ദരിയോ ആയി കാണപ്പെട്ടാൽ തന്റെ വിവാഹം സമ്പന്നവും കുലീനവുമായ ഒരു കുടുംബത്തിലായിരിക്കുമെന്ന് മനസ്സിലാക്കാം. അതിൽ അതുപോലെ ഇരുവരും സന്തോഷവരായി കാണപ്പെടുന്നുവെങ്കിൽ ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കുമെന്ന് മനസ്സിലാക്കാം. ചിലപ്പോൾ ഈ സ്വപ്നങ്ങൾ 1 മാസം മുതൽ 6 മാസത്തിനുള്ളിൽ യാഥാർത്ഥ്യമാകാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തത് വിവാഹിതർ. അത് സ്ത്രീയായാലും പുരുഷനായാലും സ്വന്തം വിവാഹം നടക്കുന്നതായി സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഫലങ്ങളെന്ന് നോക്കാം. വിവാഹിതരായ സ്ത്രീയോ പുരുഷനോ തന്റെ പുനർവിവാഹത്തെയോ പങ്കാളിയുടെ പുനർവിവാഹത്തെയോ കാണുകയാണെങ്കിൽ ഇത് ഒരു അശുഭ സ്വപ്നമായി കണക്കാക്കുന്നു. അത്തരമൊരു സ്വപ്നം ദാമ്പത്യത്തിലെ ഭിന്നത, വേർപിരിയൽ, വിശ്വാസവഞ്ചന, ഇണയിൽ നിന്നുള്ള അകൽച്ച എന്നിവയെ സൂചിപ്പിക്കുന്നുവെന്ന് സ്വപ്നശാസ്ത്രങ്ങൾ വ്യക്തമായി പറയുന്നു. ഇത് ചിലപ്പോൾ ഇണയ്ക്ക് ദീർഘകാല രോഗമോ ആരോഗ്യ പ്രശ്നത്തെയോ സൂചിപ്പിക്കാം. വിവാഹിതരായവരുടെ വിവാഹ സ്വപ്നങ്ങളിൽ വിവാഹാന്തരീക്ഷം കുലുഷിതമായി കാണപ്പെട്ടാൽ, അതുപോലെ അതുമല്ലെങ്കിൽ വിവാഹ കർമ്മത്തിൽ പാകപ്പിഴകൾ വന്ന് അപൂർണമായി നടക്കുകയാണെങ്കിൽ അത് നിലവിലുള്ള ബന്ധത്തിന് ഗുരുതരമായ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നതിന്റെ മുന്നറിയിപ്പാണ്. അടുത്തത്, വിവാഹ സ്വപ്നത്തിൽ ചില പ്രത്യേക കാര്യങ്ങൾ കണ്ടാൽ അർത്ഥങ്ങൾ വ്യത്യസ്തമായിരിക്കും. അത് ഏതൊക്കെയെന്ന് നോക്കാം. വധു ചുവന്ന സാരിയിൽ വളരെ സുന്ദരിയായി കാണപ്പെടുന്നുവെങ്കിൽ അത് അവിവാഹിതർക്ക് ഒരു മംഗളകരമായ വിവാഹത്തിന്റെയും വിവാഹിതന്റെയും വിവാഹിതയുടെയും സമൃദ്ധിയെയും ഇത് സൂചിപ്പിക്കുന്നു. അതുപോലെ വിവാഹത്തിന്റെ പരമ്പരാഗതമായ വസ്ത്രങ്ങളിൽ വരൻ മിടുക്കനും സന്തോഷവാനുമായി കാണപ്പെടുകയാണെങ്കിൽ ജോലിയിലും ബിസിനസ്സിലും പുരോഗതിയോടൊപ്പം വിവാഹത്തിനും സാധ്യതയുണ്ടെന്ന് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു. വിവാഹ സമയത്ത് മഴ പെയ്യുന്നതായി സ്വപ്നം കണ്ടാൽ മനസ്സിലാക്കുക, ദാമ്പത്യ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും എന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. എന്നാൽ വിവാഹ സമയത്ത്
തീ പടരുന്നതായോ വിവാഹമണ്ഡപം തകർന്നു പോകുന്നതായോ അതുമല്ലെങ്കിൽ ആരെങ്കിലും കരയാൻ തുടങ്ങുന്നതായോ സ്വപ്നത്തിൽ കണ്ടാൽ വിവാഹത്തിന് തടസ്സമുണ്ടാകുമെന്നതിനെയോ അല്ലെങ്കിൽ ബന്ധത്തിൽ വിള്ളൽ വീഴുമെന്നതിന്റെയോ സൂചനയാണ്. അതുപോലെ മറ്റൊന്ന്, വിവാഹം നടക്കുന്നുണ്ട്, എന്നാൽ തന്റെ പങ്കാളിയാകാൻ പോകുന്ന ആളിനെ കാണാൻ കഴിയുന്നില്ല. ഇങ്ങനെയാണ് നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നുവെങ്കിൽ തന്റെ പങ്കാളി ചതിക്കുമെന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. മരണപ്പെട്ടു പോയ ഒരാളുടെ വിവാഹം നടക്കുന്നതായി സ്വപ്നത്തിൽ കണ്ടാൽ ഇത് വളരെ മോശം ഫലം തരുന്ന ഒരു സ്വപ്നമാണ്. പ്രിയപ്പെട്ട ഒരാളുടെ ആരോഗ്യം വഷളാകുന്നതിനെ സൂചിപ്പിക്കുന്നു. ഇനി മറ്റു ചില വിവാഹ സ്വപ്നങ്ങളെ പറ്റി പറയാം. നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളുടെ വിവാഹം, അതായത് സുഹൃത്തിന്റെയോ ബന്ധുവിന്റെയോ വിവാഹത്തിൽ നിങ്ങൾ പങ്കെടുക്കുന്നതായി സ്വപ്നം കാണുകയാണെങ്കിൽ അതൊരു ശുഭകരമായ സ്വപ്നമാണ്. നിങ്ങളുടെ മുടങ്ങിക്കിടക്കുന്ന ജോലികൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ പോകുന്നുവെന്നും അതുപോലെ നിങ്ങൾക്ക് ഒരു നല്ല വാർത്ത കേൾക്കാൻ ഇടയാകുമെന്നതും, അതുപോലെ ഈ സ്വപ്നം കണ്ടാൽ നിങ്ങളുടെ സാമൂഹിക ബന്ധങ്ങൾ ശക്തിപ്പെടുന്നു എന്നതിന്റെയും സൂചന ഈ സ്വപ്നം നൽകുന്നു. വിവാഹ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ എന്നിവയെ സ്വപ്നത്തിൽ കണ്ടാൽ ജീവിതത്തിൽ സന്തോഷം, സമൃദ്ധി, സമ്പത്ത് എന്നിവ വർദ്ധിക്കുമെന്നതിന്റെയും അവിവാഹിതർക്ക് വിവാഹം വേഗം നടക്കും എന്നതിനെയും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു. ഇനി അടുത്തത് വിവാഹം വേഗം നടക്കുമെന്നതിനെ സൂചിപ്പിക്കുന്ന 9 സ്വപ്നങ്ങളെ പറ്റി പറയാം. ഒന്നാമത്തേത്, തനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി ഏതെങ്കിലും ഒരു നല്ല വസ്തുവിനെ സമ്മാനമായി നൽകുന്നതായി സ്വപ്നം കണ്ടാൽ നിങ്ങളുടെ വിവാഹം വേഗം നടക്കും എന്നതിനെ ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു. രണ്ടാമത്തേത്, കുഞ്ഞിനെ ദത്തെടുക്കുന്നതായി അവിവാഹിത സ്വപ്നം കണ്ടാൽ അത് അവളുടെ ഉടനെയുള്ള വിവാഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തേത്, അവിവാഹിതർ പ്രണയബന്ധമില്ല എങ്കിൽ പോലും പ്രണയബന്ധമുള്ളതായി സ്വപ്നം കണ്ടാൽ ഇത് അവരുടെ വിവാഹം വേഗം നടക്കുമെന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. നാലാമത്തേത്, ഒരു കൂട നിറയെ പഴങ്ങളെ സ്വപ്നം കാണുകയാണെങ്കിൽ ഇതിനർത്ഥം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു നല്ല കാര്യം ഉടൻ സംഭവിക്കാൻ പോകുന്നു എന്നും, അതുപോലെ അവിവാഹിതരാണെങ്കിൽ വേഗം വിവാഹം നടന്നു കിട്ടും എന്നതിനെയും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു. അഞ്ചാമത്തേത്, നിങ്ങൾക്ക് ഒരു പ്രേമലേഖനം ലഭിക്കുന്നതായി സ്വപ്നം കണ്ടാലും മനസ്സിലാക്കുക വേഗം വിവാഹം നടന്നു കിട്ടും എന്ന്. ആറാമത്തേത്, വിവാഹം കഴിഞ്ഞ് വീടിനുള്ളിൽ പങ്കാളിയുമായി കയറുന്നതായി സ്വപ്നം കണ്ടാലും വിവാഹം വേഗം നടക്കും എന്നതിന്റെ സൂചനയാണ് ലഭിക്കുന്നത്. ഏഴാമത്തേത്, വിവാഹം കഴിഞ്ഞ് വീടിനുള്ളിൽ പങ്കാളിയുമൊത്ത് കയറുന്നതായി സ്വപ്നം കണ്ടാലും വിവാഹം വേഗം നടക്കുമെന്നതിന്റെ സൂചനയാണ്. ഏഴാമത്തേത്, അവിവാഹിതയായ പെൺകുട്ടി കുട്ടികൾ കളിക്കുന്നതായി സ്വപ്നം കണ്ടാൽ മനസ്സിലാക്കേണ്ടത് താമസിച്ചിരിക്കുന്ന തന്റെ വിവാഹം ഉടനെ നടക്കുമെന്ന്. എട്ടാമത്തേത്, മഞ്ഞ, വെള്ള, പിങ്ക്, ചുവപ്പ് എന്നീ നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞിരിക്കുന്ന ആൺകുട്ടികളെയോ പെൺകുട്ടികളെയോ സ്വപ്നത്തിൽ കണ്ടാലും ഉടൻ വിവാഹം നടക്കുമെന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. ഒൻപതാമത്തേത്, അവിവാഹിതയായ ഒരു പെൺകുട്ടി പുതിയ ഒരു വീട്ടിലേക്ക് താമസം മാറുന്നതായി സ്വപ്നം കണ്ടാൽ അതിനർത്ഥം ആ കുട്ടിയുടെ വിവാഹം വേഗം നടക്കുമെന്നതിന്റെ സൂചനയാണ്. വിവാഹം കഴിഞ്ഞ് പുതിയ വീട്ടിലേക്ക് മാറുന്നതിനുള്ള സാഹചര്യത്തെയാണ് ഈ സ്വപ്നത്തിലൂടെ സൂചിപ്പിക്കുന്നത്. ഈ 9 സ്വപ്നങ്ങളിൽ ഏതെങ്കിലും ഒരു സ്വപ്നം കണ്ടാൽ മതി, നിങ്ങളുടെ വിവാഹം 6 മാസത്തിനുള്ളിൽ നടക്കുമെന്നതിന്റെ സൂചനയാണ് ലഭിക്കുന്നത്. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നന്ദി, നമസ്കാരം.